നമസ്കാരം. ഭൂമിയുടെ സ്വാഭാവികമായ കാലാവസ്ഥാ ചക്രങ്ങൾ അസാധാരണമായ വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലോകത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളിലൊന്നായ സൗദി അറേബ്യയിൽ ഈ ശൈത്യകാലത്തുണ്ടായ മഞ്ഞുവീഴ്ച ഇത്തരമൊരു മാറ്റത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണമാണ്. സാധാരണഗതിയിൽ മണൽക്കാറ്റും കഠിനമേറിയ ചൂടും അനുഭവപ്പെടുന്ന അറേബ്യൻ മരുഭൂമിയുടെ വടക്കൻ മേഖലകളായ തബൂക്കിലും പരിസര പ്രദേശങ്ങളിലും വെളുത്ത മഞ്ഞുപാളികൾ പുതച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ ലോകമെങ്ങും ചർച്ചയായി. ഇത് കേവലം പ്രകൃതിയിലെ ഒരു കൗതുകം മാത്രമല്ല, മറിച്ച് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ എത്രത്തോളം അപകടകരമായി ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. ആഗോള താപനം എന്നാൽ താപനില വർദ്ധിക്കുക എന്നത് മാത്രമാണെന്ന തെറ്റായ ധാരണ ഇന്ന് തിരുത്തപ്പെടേണ്ടതുണ്ട്. അന്തരീക്ഷത്തിലെ താപം വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഈർപ്പം തങ്ങി നിൽക്കുകയും ഇത് കാലാവസ്ഥയെ അസ്ഥിരമാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായാണ് ഒരു വശത്ത് കഠിനമായ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ മറുവശത്ത് മുൻപ് കേട്ടുകേൾവി പോലുമില്ലാത്ത ഇടങ്ങളിൽ അതിശൈത്യവും മഞ്ഞുവീഴ്ചയും സംഭവിക്കുന്നത്. സൗദി അറേബ്യയിലെ മഞ്ഞുവീഴ്ചയും വടക്കേ ഇന്ത്യയിലെ അപ്രതീക്ഷിത പ്രളയങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. പ്രകൃതിയുടെ സ്വാഭാവിക ക്രമം തെറ്റുന്നത് മൂലം വർഷപാതത്തിൻ്റെ രീതിയും ഋതുക്കളുടെ സമയക്രമവും മാറുന്നത് വികസ്വര രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വടക്കൻ ഇന്ത്യയിൽ അനുഭവപ്പെട്ട റെക്കോർഡ് ചൂടും അതിന് പിന്നാലെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനങ്ങളും ഉരുൾപൊട്ടലുകളും ഇതിന് തെളിവാണ്. കാർഷിക മേഖലയെയും ജലസ്രോതസ്സുകളെയും ആശ്രയിച്ച് കഴിയുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. മഴയുടെ കൃത്യമായ ലഭ്യതയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ കൃഷിരീതികളും നഗര സംവിധാനങ്ങളും ഇത്തരം തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ നേരിടുവാൻ പൂർണ്ണമായി സജ്ജമല്ല. കൃഷിനാശം, നഗരങ്ങളിലെ വെള്ളപ്പൊക്കം, ജലക്ഷാമം എന്നിവ സാമ്പത്തിക വ്യവസ്ഥയും ജനജീവിതത്തെയും സാരമായി ബാധിക്കും. ആഗോള ദക്ഷിണ മേഖലയിലെ രാജ്യങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഏഷ്യയിലെ പ്രളയങ്ങളും ആഫ്രിക്കയിലെ നീണ്ടുനിൽക്കുന്ന വരൾച്ചയും ദക്ഷിണാമേരിക്കയിലെ പരിസ്ഥിതി നാശവും വികസ്വര രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റും. വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും ജനസംഖ്യാ വർധനവും ഇത്തരം രാജ്യങ്ങളുടെ ദുർബലത വർദ്ധിപ്പിക്കുന്നു. ബ്രസീലിലെ ബെലമിൽ നടന്ന COP30 ഉച്ചകോടിയിൽ ഉയർന്നു വന്ന പ്രധാന ആശങ്കയും ഇത് തന്നെയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞ യാഥാർത്ഥ്യമാണെന്ന് ലോക നേതാക്കൾ സമ്മതിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ മാറുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുവാനുള്ള നടപടികളും അനിവാര്യമാണ്. ചൂടിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നഗര രൂപകൽപ്പന, പ്രളയത്തെ അതിജീവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, കൃത്യമായ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന കൃഷിരീതികൾ എന്നിവയിൽ ഭാരതം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിലെ മണലാരണ്യത്തിൽ പെയ്ത മഞ്ഞ് ഒരു ഇൻ്റർനെറ്റ് കൗതുകമായി തള്ളിക്കളയാനാവുന്നതല്ല, മറിച്ച് നമ്മുടെ പ്രകൃതിയുടെ താളം തെറ്റുന്നു എന്നതിൻ്റെ അന്ത്യശാസനമായി അതിനെ കാണുകയും തിരുത്തൽ നടപടികൾ ഉടനടി സ്വീകരിക്കുകയും വേണം. വരും തലമുറയ്ക്ക് വാസയോഗ്യമായ ഒരു ഭൂമി അവശേഷിപ്പിക്കണമെങ്കിൽ ഇന്ന് നാം സ്വീകരിക്കുന്ന ഓരോ നിലപാടും നിർണായകമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.